ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എളുപ്പത്തിലെന്ന് പറഞ്ഞു തരാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. 7 × 6 എത്രയാണ്? 42 ആണല്ലേ. അപ്പോൾ 32 × 2 എത്രയാണ്? നോക്കിയാലോ. 2 × 2 4, 3 × 2 6, 32 × 2 എത്രയാണ്? 64. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. 36 × 2 എത്രയാണ്? നമുക്ക് നോക്കാം. 6 × 2 എത്രയാണ് കൂട്ടുകാരെ? 12 ആണല്ലേ. 6 × 2 എത്രയാണ്? 12 ആണല്ലേ. അപ്പോൾ 12ൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ, അതായത് 2, നമ്മൾ എന്ത് ചെയ്യണം? അത് 6 × 2ൻ്റെ താഴെ കൊണ്ടുവന്ന് ഇടണം. അത് നമ്മൾക്ക് കൂട്ടാനുള്ള സംഖ്യയാണ് അല്ലേ. ഈ 1 പറയുന്നത് നമുക്ക് അടുത്ത സംഖ്യ, അടുത്ത സ്റ്റേജിൻ്റെ ഒരു ശിഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. ഈ 1 പറയുന്നത് ഒരു ശിഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ 2 നമുക്ക് കൂട്ടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ 3 × 2 എത്രയാണ്? 6 ആണല്ലേ. അപ്പോൾ 3 × 2 ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 1 കൂട്ടണം. ശിഷ്ടം നമുക്കുണ്ടായിരുന്നില്ലേ, അത് കൂട്ടണം കേട്ടോ. കൂട്ടുമ്പോൾ നമുക്ക് 7 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 72 ആണ് ആൻസർ. 36 × 2 72 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. 36 × 36 എത്രയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് 6 × 6 എത്രയാണെന്ന് ചെയ്ത് നോക്കാം. 36 ആണ് 6 × 6. അപ്പോൾ ഈ 6 സംഖ്യ നമുക്ക് കൂട്ടാനുള്ളതാണ്. അതുകൊണ്ട് 6 × 6ൻ്റെ താഴെ കൊണ്ടിടുക. പക്ഷേ ഈ 3 സംഖ്യ നമുക്ക് ശിഷ്ടം ചെയ്യാനുള്ള ആണ്. 3 × 6ൻ്റെ കൂടെ നമുക്ക് ശിഷ്ടം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 6 എടുത്ത് എവിടെ ഇടാം? 6 × 6ൻ്റെ താഴെ ഇട്ട് കൊടുക്കാം അല്ലേ. ഈ 6 എവിടെ ഇടാം? 6 × 6ൻ്റെ താഴെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 6 × 6ൻ്റെ താഴെയാണ് എന്തിട്ട് കൊടുക്കേണ്ടത്? 6 ഇട്ട് കൊടുക്കേണ്ടത്. ഇനി 3 × 6 എത്രയാണ്? 3 × 6 എത്രയാണ്? 18 ആണല്ലേ. അപ്പോഴേ നമുക്ക് 6 × 6ൻ്റെ കൂടെ ശിഷ്ടം വന്ന സംഖ്യയും കൂടെ ഇതിൻ്റെ അടുത്ത് കൂട്ടി കൊടുക്കണം. അപ്പോൾ 3 × 6 18 ആണ്. 18ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 3 കൂട്ടണം. അപ്പോഴേ 6 × 6ൻ്റെ കൂടെ എന്താ ശിഷ്ടം വന്നത്? 3. അപ്പോൾ 18ൻ്റെ കൂടെ നമ്മൾ 3 കൂട്ടണം. 3 കൂട്ടിയാൽ എത്രയായിരിക്കും? 18 + 3 എത്രയാണ്? 21 ആണല്ലേ. അപ്പോൾ 21 ഡയറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. 21 എവിടെയാണ് എഴുതേണ്ടത്? 6ൻ്റെ മുമ്പിൽ. 6ൻ്റെ മുമ്പിലാണ് നമ്മൾ എന്തെഴുതേണ്ടത്? 21 എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റേജ് ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റേജ് എന്താണ്? പ്ലസ് ചെയ്യണം. ഇത് രണ്ടും കൂടെ, അടുത്ത സ്റ്റേജും ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഒരു കാര്യം വിചാരിക്കും, ഇവിടെ എഴുതാവുള്ളൂ ഈ 1ൻ്റെ നേരെ. ഈ 6ൻ്റെ അവിടെ എഴുതാൻ പാടത്തില്ല. ഈ 1ൻ്റെ നേരെ എഴുതാൻ പാടത്തുള്ളൂ സെക്കൻഡ് സ്റ്റേജ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് 3 × 6 എത്രയാണ്? 18 ആണ്. ഒന്ന് ശിഷ്ടമായിട്ട് വരും. 18ൻ്റെ 8 നമ്മൾ കൂട്ടും. അപ്പോൾ നമുക്ക് 1 ശിഷ്ടമായിട്ട് വരും അല്ലേ. ആ ശിഷ്ടവും 3 × 3 9, അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10 അല്ലേ. അപ്പോൾ 6നെ അങ്ങനെ ഇറക്കിയിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ഇട്ടും 9, പിന്നെ 2. അപ്പോൾ 1296 ആണ് 36 × ഇതിൻ്റെ ആൻസർ. അപ്പോൾ 42 × 42 ചെയ്ത് നോക്കാം. 2 × 2 4, 4 × 2 8, 4 × 2 8, 4 × 4 16 ആണല്ലേ. 1 ശിഷ്ടവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1764. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം കേട്ടോ കൂട്ടുകാരെ. 463 × 4 ചെയ്ത് നോക്കിയാലോ. 463 × 4 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 3 × 4 12 ആണ്. 1 ശിഷ്ടം. 6 × 4 എത്രയാണ്?
6 × 4 എത്രയാണ് കൂട്ടുകാരെ? നമുക്ക് ചെയ്ത് നോക്കാം. 6 × 4 എത്രയാണ് കൂട്ടുകാരെ? 24 ആണല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് 3 × 4 കൂടെ കിട്ടിയ ശിഷ്ടം 1 ആണല്ലേ. അത് പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? എത്രയായിരിക്കും ആൻസർ? 25 അല്ലേ കൂട്ടുകാരെ? 25 അല്ലേ ആൻസർ? 24 പ്ലസ് 1 25. അപ്പോൾ നമ്മൾ ഈ 5 എവിടെ കൊണ്ടിടണം? ഈ 2ൻ്റെ ഇപ്പുറത്ത് കൊണ്ടിടണം അല്ലേ. എന്നിട്ട് ഈ 2 ശിഷ്ടമാക്കണം. 4 × 4 എത്രയാണ് കൂട്ടുകാരെ? 4 × 4 എത്രയാണ് കൂട്ടുകാരെ? 16 ആണല്ലേ. അതിൻ്റെ കൂടെ 2 കൂട്ടിയ 18. അപ്പോൾ 463 × 4ൻ്റെ ആൻസർ 1856. ഇനി അടുത്ത കണക്ക് ചെയ്താലോ? 363 × 3 നമുക്ക് ചെയ്യാം. അപ്പോൾ 3 × 3 എത്രയാണ്? 9. 9 ആണ് 3 × 3. 6 × 3 എത്രയാണ്? 6 × 3 എത്രയാണ് കൂട്ടുകാരെ? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 6 × 3 എത്രയാണ്? 6 × 3 എത്രയാണ് കൂട്ടുകാരെ? 18 ആണല്ലേ. അപ്പോൾ 8 എടുത്ത് നമുക്ക് 9ൻ്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കാം. 1 എടുത്ത് നമുക്ക് 3 × 3ൻ്റെ ശിഷ്ടമാക്കാം. 3 × 3 എത്രയാണ്? 9 അല്ലേ. 10. 363 × 3 1089. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്താലോ കൂട്ടുകാരെ? 463 × 33. 3 × 3 9. 6 × 3 എത്രയാണ്? 18 ആണ്. അപ്പോൾ 8 എടുത്ത് നമ്മൾ 9ൻ്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 ശിഷ്ടമാണ്. 4 × 3 എത്രയാണ്? 4 × 3 എത്രയാണ്? 12 ആണല്ലേ. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ 13. ഇനി നമുക്ക് 9ൻ്റെ നേരെ എഴുതാൻ പാടത്തില്ല കേട്ടോ. ഈ ഒരു 6 × 3ൻ്റെ അവിടെ തന്നെ എഴുതണം സെക്കൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത കണക്ക് തന്നെ ഇവിടെ ഒരു സ്ഥാനം വിട്ട ശേഷം ചെയ്യണം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടി നോക്കാം. 9നെ അങ്ങനെ ഇറക്കിയിടാം. എന്തെന്ന് വെച്ചാൽ 9ൻ്റെ താഴെ ഒന്നുമില്ല. 8 + 9 17. അപ്പോൾ 7 നമുക്ക് ഇവിടെ എഴുതാം. എന്നിട്ട് 1 ശിഷ്ടമാക്കാം അല്ലേ. 1 ശിഷ്ടമാക്കാം. എന്നിട്ട് 3 + 8 11 ആണല്ലേ. അതിൻ്റെ കൂടെ ശിഷ്ടവും കൂടെ ചേർത്തി കൊടുത്താൽ 12. 12 എന്ന് പറയുമ്പോൾ 7ൻ്റെ മുൻപിലാണ് 2 ഇടേണ്ടത്. 1 നമ്മൾ ശിഷ്ടമാക്കണം. 1 3 4. 4ൻ്റെ കൂടെ 1 കൂടെ ചേർത്തി കൊടുത്താൽ 5. ആ 1 നമ്മൾ ഇറക്കിയിടണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.